ഗുരുവോ ദൈവദശകം. ഗുരുദേവൻ നമുക്ക് നൽകിയ ഒരു അമൂല്യ നിധിയാണ് ദൈവദശകം. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, സ്ഥലകാല ഭേദമന്യേ, ആബാലവൃത്തം ജനങ്ങൾക്കും സമയഭേദമന്യേ ആലപിക്കാൻ ഉതകും വിധം രചിച്ച ഒരു കൃതി. എന്നാൽ പലരും ആലപിക്കുന്നത് പല രീതിയിലാണ്. ആലപിക്കുമ്പോൾ പലർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നു. ഇങ്ങനെ ആലാപനത്തിൽ തെറ്റുകൾ വരുത്തിയാൽ ഗുരു ഉദ്ദേശിച്ച അർത്ഥതലത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. ഏതാനും ചില തെറ്റുകൾ ഞാൻ ഇവിടെ എനിക്കറിയാവുന്ന വിധം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുകയാണ്. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇവിടെ നീയൊന്നു തന്നെ എന്നത് ഒന്നിച്ച് പറയേണ്ടതാണ്. അതുപോലെ തന്നെ ആഴിയും തിരയും കാറ്റും ആഴവും ഇതിനും തുല്യ പ്രാധാന്യം നൽകി ഒന്നിച്ച് പറയണം. കാരണം പോലെ എന്നൊരു വാക്ക് ഇവിടെ ഉള്ളതിനാൽ യഥാക്രമം സമാനത സൂചിപ്പിക്കുന്നതാണ്. ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം എന്നത്. പലരും ഇപ്പോഴും എന്നുള്ളിലാകണം എന്ന് തെറ്റായി പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാത്തതാണ്. അടുത്തത്, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. ഇവിടെ സൃഷ്ടിക്കും സ്രഷ്ടാവിനും അർത്ഥവ്യത്യാസമുണ്ട്. സൃഷ്ടിക്കുന്നവൻ സ്രഷ്ടാവ് ആയതിനാൽ സ്രഷ്ടാവ് എന്ന് തന്നെ പറയേണ്ടതാണ്. അതേപോലെ സായുജ്യം അല്ല, സായുജ്യം ആണ് ശരി. മഹിമവാർന്ന എന്ന് പലരും പറയുന്നുണ്ട്, അത് തെറ്റാണ്. മഹിമാവ് ആർന്ന അഥവാ മഹിമാവാർന്ന എന്നതാണ് ശരി. ദീനവനപരായണ എന്നു പറയുന്നത് തെറ്റാണ്. ദീന അവനപരായണ എന്നതാണ് ശരി. ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത്, നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം എന്നാണ് പലരും ചൊല്ലുന്നത്. രാവി എന്ന് പറയുമ്പോൾ അർത്ഥവ്യത്യാസം ഏറെയാണ്. ഇങ്ങനെ അറിവുള്ളവർ പോലും ആലപിക്കുന്നുണ്ട്. ഇവർ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവണം, ദൈവദശകത്തിലെ ഓരോ വരിയിലും 8 അക്ഷരം വീതമാണല്ലോ ഉള്ളത്. ഒരാവി എന്ന് പറയുമ്പോൾ 4ാമത്തെ വരിയിൽ 9 അക്ഷരം ആയി പോവില്ലേ എന്ന് ചിന്തിച്ചിട്ടാകണം. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെന്നാൽ അവിടെ ഇക്കോ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇടാതിരുന്നാൽ മതിയല്ലോ. അവിടെ ഒരു ഹൈഫൺ ഉള്ളത് പലരും ശ്രദ്ധിക്കുന്നില്ല. നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം. ഇത്രയും കൺഫ്യൂഷൻ ആകുന്നതിനേക്കാൾ നല്ലതല്ലേ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം എന്നാലപിക്കുന്നത്. നമുക്ക് വേണ്ടത് അർത്ഥപൂർണത, അക്ഷരസ്ഫുടത, ലയനം, ഇതൊക്കെയില്ലേ. അപ്പം അത് ചിലർ ട്യൂണിന് വേണ്ടി വാക്കുകൾ വളച്ചൊടിക്കുക ചെയ്യുന്നത്. അത് നമുക്ക് വേണ്ട. ഗുരുവിൽ ലയിച്ചുകൊണ്ട് ആലപിച്ച എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. ദൈവദശകം. ദൈവമേ കാത്തുകൊൾകം കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും
സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ, മായയും മായാവിയും മായാവിനോദനും നീയല്ലോ, മായയെ നീക്കി സയുജ്യം നൽകും ആര്യനും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവ് ആർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനി. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം.